നമസ്കാരം. മുമ്പ് നമ്മൾ പർച്ചേസ് ബിൽ എങ്ങനെയാണ് ബേസിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി. ഇന്ന് നമ്മൾ പർച്ചേസ് ബില്ല് അഡ്വാൻസ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ FMCG പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിനൊക്കെ ബാർകോഡ് ഉണ്ടാവും. സോ ബാർകോഡ് പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് എൻട്രി ചെയ്യാം, മാനുവൽ എൻട്രി ചെയ്യുന്നതിന് പകരം. അതിനുവേണ്ടി നമ്മൾ 2D ബാർകോഡ് സ്കാനർ ഗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് സ്കാനർ ഗൺ ഇല്ല എങ്കിൽ eVitalRxന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് സ്കാൻ ചെയ്ത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. അതിനായി ആദ്യം eVitalRx മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് താഴെ അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അക്കൗണ്ടിലോട്ട് ക്ലിക്ക് ചെയ്ത് മുകളിൽ പർച്ചേസ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലെ ഡ്രാഫ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. താഴെ പ്ലസ് സിമ്പൽ ഉണ്ടാവും, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബിൽ നമ്പർ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. പിന്നീട് ബിൽ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേര് നമ്മൾ ആഡ് ചെയ്യും. സോ നമുക്ക് താഴെ തന്നെ സ്കാൻ ന്യൂ ഐറ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, സ്റ്റാർട്ട് സ്കാനിങ് ഓപ്ഷൻ ഉണ്ടാവും. ഏതിലെങ്കിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബാർകോഡ് പ്രോഡക്റ്റ് നമുക്ക് നേരിട്ട് സ്കാൻ ചെയ്യാം. സോ ഇതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റ് നമ്മൾ സ്കാൻ ചെയ്ത് ബാക്ക് പ്രസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിന്റെ പേര്, MRP അടക്കം. ഇനി നമുക്ക് താഴെ സേവ് ഡ്രാഫ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കും. സോ എല്ലാ പ്രൊഡക്റ്റിനും സെയിം ബാച്ച് കോഡാണോ വേണ്ടതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ബാർകോഡ് പ്രൊഡക്റ്റിന് ബാച്ച് നമ്പർ പൊതുവെ ഉണ്ടായിരിക്കത്തില്ല, അപ്പൊ നമുക്ക് കോമൺ ബാച്ച് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെബ് പേജിൽ ഈ പർച്ചേസ് ഡ്രാഫ്റ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വെബ് പേജിൽ eVital ലോഗിൻ ചെയ്ത് മേലിൽ പർച്ചേസ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പർച്ചേസ് ലിസ്റ്റിംഗ് പേജ് ഓപ്പൺ ചെയ്യുക. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് ഇവിടെ കാണുന്നുണ്ടാവും. സോ ഡ്രാഫ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വലതുഭാഗത്ത് മോർ ഓപ്ഷൻ ഉണ്ട് മുകളിലായി, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാച്ച് നമ്പറും എക്സ്പയറി ഡേറ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ FMCGക്ക് ബാച്ച് നമ്പർ പൊതുവെ ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ബാച്ച് ആഡ് ചെയ്യണമെങ്കിൽ കോമൺ ബാച്ചും അതുപോലെ തന്നെ കോമൺ എക്സ്പയറി ഡേറ്റും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. സോ MRP നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് MRP അവിടെ വിസിബിൾ ആകും. അതിനുശേഷം നമ്മൾ PTR ആഡ് ചെയ്യും. അതിനുശേഷം എൻ്റർ കൊടുത്താൽ നമുക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ഫ്രീ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അതുപോലെ തന്നെ സ്കീം വൈസ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ആഡ് ചെയ്യും, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആഡ് ചെയ്യും, പ്രോഡക്റ്റ് ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രോഡക്റ്റും ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് സെലക്ട് ചെയ്യും. അതിനുശേഷം PTR ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ഡിസ്കൗണ്ടും സ്കീം വൈസ് ഡിസ്കൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് അഗൈൻ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് സർജിക്കൽ ഐറ്റം ആണെങ്കിൽ അതിന് നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവത്തില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു റാൻഡം എക്സ്പയറി ഡേറ്റ് കൊടുക്കാവുന്നതാണ്. സോ റാൻഡം എക്സ്പയറി എന്ന് വെച്ചാൽ ഇന്നേക്ക് നമുക്ക് 5 വർഷത്തേക്കും എക്സ്പയറി കൊടുക്കാവുന്നതാണ്. സോ ഇപ്പം നമ്മളൊരു പർച്ചേസ് ബില്ല് ആഡ് ചെയ്തിട്ടുണ്ട്, ഡ്രാഫ്റ്റ് എല്ലാം എഡിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മുമ്പ് പർച്ചേസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ക്രെഡിറ്റ് നോട്ട് നമുക്ക് മുകളിലായിട്ട് വിസിബിൾ ആകും, അല്ലെങ്കിൽ താഴെ ഒരു നീല നിറത്തിൽ ക്രെഡിറ്റ് നോട്ട് നമുക്ക് വിസിബിൾ ആവും. സോ അതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ക്രെഡിറ്റ് നോട്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അത് നമ്മൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് ആ ക്രെഡിറ്റ് നോട്ട് ഡയറക്റ്റ് ആയിട്ട് ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. സോ ഇത് നമ്മുടെ പഴയ ആദ്യത്തെ 3 പർച്ചേസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് പ്രോഡക്റ്റ് വൈസ് എത്രയാണ് മാർജിൻ ലഭിക്കുന്നതെന്ന് കാണിക്കും, ആവറേജ് മാർജിനും കാണിക്കും. സോ മാർജിൻ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബില്ല് സേവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് അഡ്വാൻസ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക്